വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG/PG ഇൻടേക്ക് 5ന്റെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട്സ് ഇന്നലെ പബ്ലിഷ് ചെയ്തു. റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് കുട്ടികൾക്ക് വരാൻ കാരണം, അതിൻ്റെ റീസൺ എന്താണ്, പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ദെൻ ഇപ്പം എഴുതിയ കുട്ടികൾക്ക് മാത്രമല്ല, ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ള പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങളാണെങ്കിലും എക്സാം എഴുതുമ്പോഴാണെങ്കിലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് വരുമ്പോഴും വിത്ത് ഹെൽഡ് എന്ന് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG/PG എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് മെയിനായിട്ട് BCom, BBA, MCom ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരുന്നത്. അസൈൻമെന്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഒരു സബ്ജക്റ്റിന് 100 മാർക്കിന് വേണ്ടിയിട്ട് 2 പാർട്ടുകളായിട്ട് പറയുന്നുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ഇന്റേണലും നമ്പർ 2 എന്ന് പറയുന്നത് എക്സ്റ്റേണലും. സോ ഇന്റേണലിന് വേണ്ടിയിട്ട് നമുക്കറിയാം 2 അസൈൻമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ 70 മാർക്ക് നമ്മൾ എഴുതി മേടിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേഷൻസ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ഇന്റേണൽ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും എക്സ്റ്റേണൽ എക്സാമിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും, ഈ 2 കാര്യങ്ങളിലും നമ്മൾ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തുകയാണെങ്കിൽ എക്സാം റിസൾട്ട് വരുമ്പോൾ അതിൽ വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ ഇതിൽ നമ്പർ 1, ഇന്റേണൽ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാണ്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ റിസൾട്ട് സപ്ലിമെൻ്ററി റിസൾട്ടിൻ്റെ കൂടെ വരല്ലോ. അസൈൻമെൻറ്റ് ഫൈൻ ഇല്ലാതെ കണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. അതിനു മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ റിസൾട്ട് യൂഷ്വലായിട്ട് വരല്ലോ. അപ്പോൾ നമ്പർ 1 അതാണ്. നമ്പർ 2 എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാണ്ട്, പലർക്കും ഓൺലൈൻ സബ്മിഷനിലെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് പലരും അത് ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിസൾട്ടും ഇപ്പോൾ വന്നിട്ടില്ല. അവരുടെ റിസൾട്ട് ചിലപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയ്ക്കുള്ളിലായിരിക്കും ചിലപ്പോൾ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഓൺലൈനായിട്ട് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ റിസൾട്ടാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ഇട്ടിട്ടുള്ളത്. അതല്ലാത്തവരുടെയും റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത്, ഇപ്പോൾ 5 സബ്ജക്ട്സിൽ ചിലവർക്ക് 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണത്തിൻ്റെ ഒക്കെ ഓൺലൈൻ അസൈൻമെൻറ്റ്സ് പറ്റിയിട്ടുണ്ട്. 1-2 ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് അത് ലേണിംഗ് സെൻറ്ററിൽ പോയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരുടെയും ഈ പറയുന്ന പോലെ വിത്ത് ഹെൽഡ് റിസൾട്ടിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസും കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെയാണ് മെജോറിറ്റി വിത്ത് ഹെൽഡിൽ വന്നിട്ടുള്ളത്. ഇനി യൂണിവേഴ്സിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അതല്ലാണ്ട് എന്തെങ്കിലും കള്ളത്തരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും വിത്ത് ഹെൽഡ് വരും. നിങ്ങളുടെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അവർ പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതിലെവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും വിത്ത് ഹെൽഡ് വരും. അപ്പോൾ ഇതൊക്കെയാണ് വിത്ത് ഹെൽഡ് വരാനുള്ള മെയിൻ കാരണങ്ങൾ അസൈൻമെൻറ്റിനെ സംബന്ധിച്ച്. ഇനി എക്സാം എഴുതിയിട്ട് അതിലെന്തെങ്കിലും മാൽ പ്രാക്ടീസസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും റിസൾട്ട് വിത്ത് ഹെൽഡ് വരും. എക്സാമിന് മുമ്പ് ഒരു മാർഗനിർദ്ദേശത്തിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ല കോപ്പി അടിക്കാൻ പാടില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പെൻഡിങ് വരും. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ റിട്ടൺ എക്സാമിൻ്റെ കേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. സോ വിത്ത് ഹെൽഡ് റിസൾട്ട് വരാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ മേജർ കാരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ടോട്ടൽ മാർക്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും ആണ്. അതിൽ ഇൻറ്റേർണലായിട്ടുള്ള അസൈൻമെൻറ്റ് സബ്മിഷനിൽ വന്നിട്ടുള്ള
കാര്യങ്ങളാണ് വിത്ത്ഹെൽഡിന് ഏറ്റവും കൂടുതൽ കാരണങ്ങളായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് വന്നിട്ടുള്ള. എക്സാമിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കാരണമാകും. ഓക്കെ, സോ വിത്ത്ഹെൽഡ് എന്ന് പറഞ്ഞുള്ള റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും യൂണിവേഴ്സിറ്റിയായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്താണ് റീസൺ എന്നുള്ളത് ചോദിക്കുക. ദെൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ ഇനി എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. പുതിയ അഡ്മിഷൻ സ്റ്റുഡൻസ് നിങ്ങൾ ഇനി അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.